എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിജോ. എറണാകുളം എടപ്പള്ളിയിലാണ് സ്വദേശം. ഇന്നുണ്ടായ എനിക്ക് ഇന്ന് ചെറിയൊരു ലോട്ടറി അടിച്ചു. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഒരു ലോട്ടറി അടിച്ചു. അപ്പോൾ ആ ലോട്ടറി അടിച്ച സിറ്റുവേഷൻ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. എറണാകുളം എടപ്പള്ളിയിൽ ലുലു മാൾ ഫേമസ് ആണല്ലോ. ആ ഏരിയ ലുലു മാൾ എന്ന് പറയുന്നത് ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്നൊരു ഏരിയയാണ്. അപ്പോൾ വരാപ്പുഴ പറവൂർ ഭാഗത്തുനിന്ന് ആ ഒരു സൈഡിൽ നിന്നും ഞാൻ കാറിൽ വരികയാണ്. എനിക്ക് പോകേണ്ടത് ശരിക്കും പാലാരിവട്ടം സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എടപ്പള്ളി ലുലു മാൾ ജംഗ്ഷനിലുള്ള സിഗ്നൽ എത്താറായപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിഗ്നൽ കഴിയാൻ പോണേന്ന്. ഗ്രീൻ സിഗ്നൽ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വണ്ടികളെല്ലാം കയറിപ്പോയിട്ടുണ്ട്. എൻ്റെ വണ്ടി കൂടി കയറിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴേക്കും സിഗ്നൽ യെല്ലോ പിന്നെ റെഡ് അങ്ങനെ ആകും. ഞാൻ അപ്പോൾ വേഗം കയറിപ്പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് ഗ്രീൻ സിഗ്നലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ലാസ്റ്റായിട്ട് വരുന്ന വാഹനങ്ങളൊന്ന് കാല് കൊടുത്ത് വേഗം കയറിപ്പോകുന്നത് പതിവാണ്. ഞാനും അതേപോലെ ഒന്ന് കയറിപ്പോകാൻ ഇന്ന് ശ്രമിച്ചപ്പോൾ ഓൾമോസ്റ്റ് ആ സിഗ്നലിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വരെ കാറ് ഞാൻ വളരെ ഫാസ്റ്റിലിങ്ങ വരലും ഒരു പെൺകുട്ടി ഫോൺ പിടിച്ച് ഒന്നും നോക്കുന്നില്ല സ്റ്റഡറായിട്ട് ആളങ്ങോട്ട് ക്രോസ് ചെയ്യണം. എന്തോ മുജ്ജന്മഭാവം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ഞാനത് കണ്ടു. ബ്രേക്ക് ഇട്ടു, സ്റ്റാർട്ട് ആൻഡ് ബ്രേക്ക് അവിടെ അങ്ങോട്ട് ഇട്ടു. എൻ്റെ പുറകിൽ വണ്ടിയുണ്ടോ ഒന്നും ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല. ഒരു സെക്കൻഡ് ബാക്കിൽ വണ്ടിയുണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിച്ചാൽ ആ ഒരു സെക്കൻഡ് മതി ആ കുട്ടിയുടെ മേത്ത് വണ്ടി ഇടിക്കാൻ. ആ പെൺകുട്ടി അപ്പോഴും കാര്യഗൗരവം മനസ്സിലാകുന്നില്ല. അത് ഫോണിലാണ്. ജസ്റ്റ് എന്നെ പിന്നിലേക്കൊന്ന് സെക്കൻഡ് കൊണ്ടൊന്ന് നോക്കി. ആൾക്ക് മനസ്സിലായി, പക്ഷേ നോക്കി ആളങ്ങോട്ട് പാസ്സായിപ്പോയി. ഇത്രയും വലിയ സിഗ്നലാണ്. നമുക്കും വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. സിഗ്നൽ കഴിയാൻ നിൽക്കുന്നു, പുറകിൽ നിന്ന് വണ്ടി വരുന്നു, ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയതാണ്. ഞാനും എടുത്തങ്ങോട്ട് പോയി. എപ്പോഴും നമ്മൾ ഗ്രീൻ സിഗ്നലിൽ ആയിരിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് ആരും തന്നെ റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എങ്ങാനും ഇടിച്ചാൽ ഒരു തരി ഇൻഷുറൻസ് കിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ സിഗ്നലുകളിലും അറിയാലോ ക്യാമറകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ക്യാമറയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റേതായ പ്രൂഫ് കാണിക്കാൻ പറ്റും. എനിക്ക് കേസിൽ നിന്നും ചിലപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. സോ എല്ലാവരും വളരെ കണ്ണിങ്ങായിട്ട് മാത്രം സിഗ്നലുകൾ ക്രോസ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്പനേരത്തെ ശ്രദ്ധ നമുക്കും നമ്മുടെ കുടുംബത്തിനും വളരെ നല്ലതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞതാണ്.